നമ്മുടെ ആനന്ദോത്സവത്തിൽ അതിഥികളായി ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഒരാളാണ്. സ്വന്തമായ ആലാപന ശൈലിയിലൂടെ ശ്രദ്ധേയായ നമ്മുടെ പ്രിയപ്പെട്ട ഗായികയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം, വലിയൊരു പുരസ്കാരവും നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായികയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അപർണ രാജീവ്. നമുക്ക് അപർണയെ ഹൃദയപൂർവ്വം നമ്മുടെ ആനന്ദോത്സവത്തിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം. എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ, വാർത്തകൾ? അപ്പോൾ ഈ അവാർഡ് വലിയൊരു സംഭവം, അതിനെപ്പറ്റി എന്താ പറയാ? 2016 അല്ലേ? ചിലപ്പോൾ ഈ വർഷം തൊട്ട് അങ്ങോട്ട് നല്ല ഒരു സംഭവമാകും. അല്ല, ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപർണയും നമ്മളൊക്കെ വർക്ക് ചെയ്ത് മലയാള സിനിമയിലെ ആദ്യ ചരിത്രമാണെന്ന് തോന്നുന്നു. ഒരു പടം രണ്ടാമത് നെല്ലിക്ക വീണ്ടും. അപ്പോൾ എല്ലാം അതെ അതെ. അപ്പൊ ഈ കലോത്സവം വേദികളിലൂടെ അല്ലേ കടന്നു വന്നിട്ടുള്ളത്? ഉണ്ടായിരുന്നു. അന്നൊക്കെ അന്ന് ഈ പാട്ട് തന്നെയായിരുന്നു? ലൈറ്റ് മ്യൂസിക് റെസിറ്റേഷൻ, ഗ്രൂപ്പ് സോങ്, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇടയ്ക്ക് പോകും. ലൈറ്റ് മ്യൂസിക് റെസിറ്റേഷൻ എല്ലാ വർഷവും പോയിട്ടുണ്ട്, ഗ്രൂപ്പ് സോങ്. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വേദികളിൽ ഇങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ പ്രതിഭകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. പുതിയ ആൾക്കാർ സിനിമാ രംഗത്തേക്കുള്ള പാട്ടിലൂടെ അല്ലെ അഭിനയത്തിലൂടെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാട്ടിലൂടെയാണ് ഒരു പുതിയൊരു ഗായികയൊക്കെ ബന്ധപ്പെടുമ്പോൾ പേടി തോന്നുന്നുണ്ട്? അങ്ങനത്തെ പേടിയൊന്നുമില്ല. എല്ലാവർക്കും അവരർഹിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ ഈ അപർണയ്ക്ക് കിട്ടിയത്, ഇപ്പോൾ ഈ ഒരു അംഗീകാരം കിട്ടിയതുപോലെ അർഹതയ്ക്ക് അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യത്തിന് അർഹമായ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയെന്ന് സ്വയം? എനിക്കിപ്പോൾ ഈ ഒരു അംഗീകാരം ഞാൻ ഒട്ടും വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വലിയൊരു വളരെ. പിന്നെ മറ്റൊരു സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനിവിടെ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചുമോളാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള വലിയൊരു ആരാധനയുടെ വലിയൊരു ഭാഗം എന്നാലും അനുഭവിക്കുന്ന ഭാഗ്യം കിട്ടിയ ആളാണ് അല്ലേ? അത് ഒരു കണക്കിന് അത് ശരിയാണ്. മുത്തശ്ശനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു 1% എങ്കിലും എന്നോട് കാണിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. കാര്യം ഞാനൊക്കെ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പണ്ടൊരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പോയി ഒന്ന് കണ്ട് സംസാരിച്ച് ഉണ്ട് സാർ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അയൽവക്കത്ത് താമസിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോളാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അത് എവിടെ പോകുമ്പോഴും അങ്ങനെ ഒരു ഇത് കിട്ടാറില്ല. ശരിയാണ്. അങ്ങനെ ഒരു നമുക്ക് എപ്പോഴും ആ ഒരു മുത്തശ്ശൻ്റെ കൊച്ചുമോൾ എന്നുള്ളതാണ് ആദ്യം എല്ലാവരും പറയുന്നത്. അപ്പം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സാറിന്റെ ഏതെങ്കിലും പാട്ടുകൾ ഏതാ പിന്നെ പാടിയിട്ടുള്ളത്? മുത്തശ്ശന്റെ വരികളിലാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ പാടി തുടങ്ങുന്നത്. മുത്തശ്ശന്റെ വരികൾ തന്നെയാണ്. മെയ്ഡ് ഇൻ USA എന്നുള്ള രാജീവ് അഞ്ചൽ അങ്കിളുടെ മൂവിയായിരുന്നു, വിദ്യാസാഗർ സാറിന്റെ. പൊന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്നിനി പോകും നാം എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, കുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ് പറഞ്ഞ. ഇത്രയും നേരം ഒരുപാട് പ്രോഗ്രാമുകളും തിരക്കുകളും ഒക്കെ ഉണ്ടെന്നറിയാം. അതിനിടയ്ക്ക് ഇത്രയും നേരം തന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരോടും സന്തോഷം. അതെ അതെ അതെ, അത് എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വേദിക്ക്, പ്രധാന വേദിക്ക് മുമ്പിൽ
നിൽക്കുന്നതാണോ കുറേ സുന്ദരികൾ. ഇവരാരാന്നറിയോ? ഇവർ ഭയങ്കര സംഭവമാണ്. ഇവർ ഒറ്റയ്ക്ക് സംഘഗാനം പാടി 1ാം സ്ഥാനം വാങ്ങിയിരിക്കുകയാണ് കലോത്സവത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം, അതുപോലെ ഇവർക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കാം. ആദ്യം ഒരു കയ്യടി ആയിക്കോട്ടെ, നമ്മളൊക്കെ തന്നെ അങ്ങ് അടിച്ചു. അപ്പോൾ ഇവരുടെ ഒരു ഗാനം, നമ്മൾ സ്കൂളിൻ്റെ പേര് പറഞ്ഞ ആരല്ല ഒരാൾ പറഞ്ഞു, കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട്. അപ്പോൾ ഇവരുടെ മനോഹരമായ ഗാനം നമുക്ക് ആനന്ദോത്സവത്തിലൂടെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടി. ഗംഗേ ഗംഗേ ഗമജല കുളിരല ഗംഗേ 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 ഗമജല കുളിരല ഗംഗേ 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 ശിവജടധരമണി ഗംഗേ ഗംഗേ ശിവജടധരമണി ഗംഗേ 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 സിന്ധു സിന്ധു സുഖമയ സുരഭില സിന്ധു സുഖമയ സുരഭില സിന്ധു ധരണിതൻ താപങ്ങൾ തീർക്കൂ ധരണിതൻ താപങ്ങൾ തീർക്കൂ സുഖമയ സുരഭില സിന്ധു ധരണിതൻ താപങ്ങൾ തീർത്തിടേണേ സുഖമയ സുരഭില സിന്ധു ധരണിതൻ താപങ്ങൾ തീർത്തിടേണേ ആ യദുകുലവരനിധി യമുനേ ഹരിപദ സ്പർശന യമുനേ യദുകുലവരനിധി യമുനേ ഹരിപദ സ്പർശന യമുനേ 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 യമുനേ